ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് 12 ലക്ഷം രൂപ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു. ബാങ്കിൽ നിന്ന് കവർന്ന പണമാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നും 4 ദിവസം മുൻപ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി. പ്രതിയെ പിടികൂടാൻ സഹായമായ ഇയാളുടെ സഞ്ചാരപാതയുടെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വേഷം മാറുന്നതും വണ്ടിയിൽ മിറർ മാറ്റുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. CCTVയുടെ പിന്നാലെ പോയി നമ്മൾ ആ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജെയ്സൺ ചമ്പളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, കൃത്യമായി റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 12 ലക്ഷം കണ്ടെത്തി. അപ്പോൾ ആ കടം കൊടുത്ത പൈസ ഒഴിച്ച് ബാക്കിയൊന്നും ഈ പറയുന്ന റിജോ ആന്റണി ചെലവാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്നതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു. അത്ര വലിയ ധൂർത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം കൊണ്ട് ആകെ ചെലവാക്കിയത് 3 ലക്ഷമാണ്. അതും കടം കൊടുത്തതാണ്. കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. 12 ലക്ഷവും പോലീസ് വീണ്ടെടുത്തോ? റൂട്ട് മാപ്പൊക്കെ ക്ലിയർ ആണോ ജെയ്സൺ? അരുൺകുമാർ, തീർച്ചയായും പോലീസ് ഇപ്പോൾ നിലവിൽ 12 ലക്ഷം രൂപയാണ് അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്ത് 3 ലക്ഷം രൂപയോളം, അതായത് 2,94,000 രൂപ ഒരാൾ കടം വാങ്ങിയ പണം തിരികെ നൽകിയാണ്. ആ പണം ഇന്നലെ അയാൾ തിരിച്ച് പോലീസിന് കൊടുക്കാൻ വന്നെങ്കിലും നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. അത് അങ്ങനെ വെറുതെ കൈപ്പറ്റാൻ കഴിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സ്വാഭാവികമായ നിയമ നടപടികളിലൂടെ മാത്രമേ അത് കൈപ്പറ്റാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ 12 ലക്ഷം രൂപ ലിക്വിഡായിട്ട് തന്നെ അയാളുടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപയും റിക്കവറിക്കുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത്. മറ്റൊന്ന്, ഇയാളുടെ കവർച്ച നടത്തി പിന്നീട് നടന്ന മുഴുവൻ യാത്രാപഥങ്ങളുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ വസ്ത്രം മാറുന്നത്, പച്ച ടീഷർട്ടിലേക്ക് മാറുന്നത് 3 മിനിറ്റിനുള്ളിൽ, കവർച്ച നടത്തിയ ശേഷം 3 മിനിറ്റിനുള്ളിൽ ഇയാളുടെ വസ്ത്രം മാറുന്നുണ്ട്, പച്ച ടീഷർട്ടിലേക്ക് മാറുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. സ്കൂട്ടറിൽ മിറർ വീണ്ടും ഘടിപ്പിക്കുന്നു. അതായത് കവർച്ചയ്ക്ക് വരുന്ന സമയത്ത് മിറർ ഊരി വെച്ചിരുന്നു. പിന്നീട് ആ മിറർ വീണ്ടും ഘടിപ്പിക്കുന്നുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസയോട് ഏകദേശം അടുത്തെത്താവുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഇയാൾ ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഇത്തരത്തിൽ ഇയാളുടെ കവർച്ചയ്ക്ക് ശേഷമുള്ള രക്ഷപ്പെടലും വഴിമാറി സഞ്ചാരം ഉൾപ്പെടെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് നടത്തിയ വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഏകദേശം 5,000 രൂപയോ 6,000 രൂപയ്ക്കോ അപ്പുറത്തേക്ക് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. 2,94,000 രൂപ ഒരാൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തത്. അതിനും അപ്പുറത്ത് 12 ലക്ഷം രൂപ അയാളെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അല്പം മുമ്പ് നാം ഇയാൾ സെൻറ് മേരീസ് പള്ളിയിൽ ആഘോഷമായി ഡാൻസ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. അങ്ങനെ ഇയാളുടെ മോഷണവും ആ മോഷണത്തിൽ കവർച്ചയും അതിനു മുമ്പുള്ള നാടകീയമായ നീക്കങ്ങളും എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രതി പിടിയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ ബാങ്കിലേക്ക് ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. അരുൺകുമാർ, റിജോ ഇപ്പോൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആദ്യം ഇട്ടിരുന്നത് ഓവർകോട്ടാണെങ്കിൽ ആ ജാക്കറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി പിന്നീട് പച്ച ടീഷർട്ട് ഇട്ടിട്ടാണ് യാത്ര. ആ യാത്രയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. പക്ഷെ അപ്പോഴൊന്നും ജെയ്സന്റെ ഹെൽമെറ്റ് ഊരുന്നില്ല. അത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ CCTV നാട്ടിൽ മുഴുവൻ ഇങ്ങനെ പടർന്നു പിടിച്ചതുകൊണ്ട് എവിടെ പോയാലും CCTV പെടും. ഈ ഇടവഴിയിലേക്ക് ദേശീയപാത ഒഴിവാക്കിയത് CCTV ക്യാമറ പതിയാതിരിക്കാനാണ്. പക്ഷേ ഈ മറ്റു വഴികളിൽ കയറിയപ്പോഴും CCTVയിൽ പെട്ടു അല്ലേ? അതെ, ഹെൽമെറ്റ് ഒഴിവാക്കിയിട്ടൊരു കളിയും ഇയാൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടത്. മാത്രമല്ല, വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ നേരത്തെ കാണിച്ച പെരുന്നാളിന് ആഘോഷമായ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സമീപത്ത് ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അത്തരത്തിൽ എല്ലാം ഫേക്കായിരുന്നു. പക്ഷേ അയാൾ ഈ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മാറി കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും മനുഷ്യർക്ക് യാത്ര ചെയ്യാനോ നീങ്ങാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന ഒരു സാമാന്യബോധം അയാൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അയാൾ CCTV ദൃശ്യങ്ങളിൽ പല ഘട്ടങ്ങളിലും പെടുന്നത്. അയാളുടെ ഓവർകോട്ട് മാറ്റുന്നു, അതിനുശേഷം പച്ച ടീഷർട്ട് ഇടുന്നു. ഇതൊക്കെയും വളരെ വ്യക്തമായി CCTV ദൃശ്യങ്ങളിൽ വരികയും ഒക്കെയും ചെയ്തത്. ആ ഒരു ചിന്ത, അതായത് ഏത് കള്ളനും കൊലപാതകയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു തെളിവ് ബാക്കി വയ്ക്കുമെന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ ബാക്കി വെച്ച തെളിവുകളാണ് പിന്നീട് പോലീസിന് പിടിവള്ളിയായത്. അരുൺകുമാർ, ഓക്കെ, ജെയ്സൺ ചാമവളപ്പിൽ ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ സമ്പൂർണ്ണ യാത്രയുടെ ദൃശ്യങ്ങളുണ്ട്. യാത്ര പുറപ്പെട്ടത് മുതൽ യാത്ര അവസാനിക്കുന്നത് വരെ പല CCTVകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളുണ്ട്. ആദ്യം ജാക്കറ്റ് ഇട്ടാണ് വന്നതെങ്കിൽ പിന്നീട് ജാക്കറ്റ് മാറ്റി പച്ച ഷർട്ടുമായിട്ടാണ് യാത്ര തുടർന്നത്. പക്ഷെ അപ്പോഴൊന്നും ഹെൽമെറ്റിന് ഉള്ളിൽ മുഖത്ത് ധരിച്ചിരിക്കുന്ന മുഖാവരണമോ മാറ്റാൻ ശ്രമിച്ചില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ,